നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലം അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. ചോതി നക്ഷത്രക്കാർ രാഹുർ ദശയിലാണ് ജനിക്കുക. രാഹുർ ദശ ആകെ 18 വർഷമാണ്. ഏകദേശം 10 വയസ്സ് വരെ രാഹുർ ദശ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാം. അതിനുശേഷം വ്യാഴദശ ഏകദേശം 26 വയസ്സ് വരെ ഉണ്ടാകും. അതിനുശേഷം ശനിദശ ഏകദേശം 45 വയസ്സ് വരെ ലഭിക്കും. അതിനുശേഷം 62 വയസ്സ് വരെ ബുധദശയും 69 വയസ്സ് വരെ കേതുർ ദശയും 89 വയസ്സ് വരെ ശുക്രദശയുമാണ്. വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ ചോതി നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലങ്ങളാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതുവർഷം നല്ല അനുകൂല സമയമാണ്. ധനപരമായിട്ട് കൂടുതൽ അനുകൂലമാണ് എന്ന് പറയാം. വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ വേണ്ടത്ര കരുതലും ധാരണയും വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ വർഷം മുഴുവൻ നല്ല ഫലങ്ങളെ ലഭിക്കുന്നതാണ്. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പത്രപ്രവർത്തകർ, സെയിൽസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ കൂടുതലായിട്ട് മറ്റു സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ലഭിക്കുന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവസരം നഷ്ടപ്പെടാതെ, മടിച്ചു നിൽക്കാതെ അനുകൂലമാണെങ്കിൽ സ്വീകരിക്കേണ്ടതാണ്. മുൻവർഷവുമായിട്ട് താരതമ്യപ്പെട്ട് നോക്കുമ്പോൾ ഈ പുതുവർഷം ബിസിനസ്സുകാർക്കും സംരംഭകർക്കും ഒക്കെ അനുകൂലമാണ്, കൂടുതൽ അനുകൂലമാണ് എന്ന് പറയാം. ചെറുകിട വ്യാപാരികൾക്കും ലാഭം വർദ്ധിക്കുന്ന സമയമാണ്. വർഷത്തിന്റെ രണ്ടാം പകുതി അത്ര നന്നായിരിക്കില്ല. ദോഷങ്ങളെയും നെഗറ്റീവ് കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചോതി നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങളെ ലഭിക്കും. ദൃശ്യമാധ്യമ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ അല്പം സാഹസികപരമായിട്ട് കർമ്മ മേഖലയിൽ ഇടപെട്ടാൽ അതിന് തക്കതായിട്ടുള്ള പ്രയോജനം ലഭിക്കുന്നതാണ്. സ്ത്രീകളായിട്ടുള്ള ചോതി നക്ഷത്രക്കാർക്കും അനുകൂല സമയമാണ്. കലാരംഗത്തും അധ്യാപന രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ഒരു പുതുശക്തി ലഭിച്ചതുപോലെ ചോതി നക്ഷത്രക്കാർക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ആവേശവും ഊർജ്ജസ്വലതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പുതുവർഷത്തിൽ പ്രവർത്തിച്ചാൽ വളരെ ഗംഭീരമായിട്ടുള്ള യോഗങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ കുറച്ച് അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതിൽ പൂർണ്ണമായിട്ടുള്ള നേട്ടങ്ങളും ലഭിക്കും. അതായത് പ്രവർത്തനത്തിനനുസരിച്ചുള്ള നേട്ടങ്ങൾ ലഭിക്കും എന്നർത്ഥം. കുട്ടികളായിട്ടുള്ള ചോതി നക്ഷത്രക്കാർ മാതാപിതാക്കൾക്ക് അഭിമാനകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെയുള്ള കുട്ടികളെ അഭിനന്ദിക്കാൻ മടിക്കാതിരിക്കുക, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നടത്തുക, അവരെ ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. ചോതി നക്ഷത്രക്കാരുടെ കൊലവർഷം 1200ന്റെ സമ്പൂർണ്ണ ഫലമായി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വിശാഖ നക്ഷത്രക്കാരുടെ തുടങ്ങി മറ്റ് നക്ഷത്രക്കാരുടെയും ഫലങ്ങളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.